അങ്ങനെ നമുക്കൊരാൾ ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഐ ലവ് യു ആണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഗീജനാണ് നീ സുൻഹയെ പ്രേമിക്കുന്ന പകരം എന്നെയാ പ്രേമിക്കണ്ടെന്ന് പറഞ്ഞ് അവളോട് പറയും. ഇത് കേട്ട് അവളാണ് ഷോക്കായിരിക്കുമ്പം അവൻ ഇത് കണ്ടിട്ട് നിനക്കൊന്ന് ചെവിയേക്കാൻ വയ്യേ, ഞാൻ പറഞ്ഞത് നീ അവന്റെ പുറകെ പോകാനല്ല എന്റെ പുറകെ വരണം ഏതിന് ഇവനും പറയുമ്പോ തന്നെ എനിക്കത് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ട് ഇവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ആ ഡയലോഗ് ഇട്ട് അവനാണ് എന്നെ ഇഷ്ടമല്ലെന്നോ, അയ്യോ എവിടെ പോയാലും ഈ വർത്തമാനം എന്റെ പുറകെ തന്നെ വരുവാണല്ലേ ഏതിന് അവനും പേടിച്ച് വീട്ടിലേക്ക് ഓടി ചെല്ലും. അതേസമയം ഇവിടെ ഇവന്റെ ചേച്ചി ഗീറിനും സുൻഹോടെ ഇഷ്ടമൊക്കെ മനസ്സിലാക്കിയിട്ട് അവളിപ്പോ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഇവർ തമ്മിൽ ഫ്രണ്ട് ആയിട്ടിരിക്കണമെന്ന അവൾ ആഗ്രഹിക്കുന്നതെന്ന്. അങ്ങനെ എന്റെ ഫ്രണ്ട് സുൻഹോ ഒരു നല്ല പയ്യനാ, പക്ഷെ നമ്മൾ തമ്മിൽ ലവ് ആയ പിന്നെ പ്രശ്നങ്ങളെ വരുത്തുള്ളൂ എന്നറിഞ്ഞിട്ട് അവൾ കതോർത്ത് പേടിയാന്ന് പറയും. അതുകൊണ്ട് മരിക്കുന്നവരെ നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് തന്നെ ഇരിക്കാന്ന് പറഞ്ഞ് ഇവളും പറഞ്ഞു കൊടുക്കുമ്പം ഇത് കേട്ട് അവനാണ് നിനക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു, എനിക്ക് നിന്റെ കൂടെ ഫ്രണ്ട് ആവണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു പക്ഷേ കല്യാണം കഴിക്കുവാണ് എനിക്ക് നിന്റെ കൂടെ ഫുൾ ടൈം ഇങ്ങനെ കറങ്ങാൻ പറ്റുമോ, അതിനൊന്നും ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് നിനക്ക് എന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ട്, നമ്മ രണ്ടുപേരും ഒരുമിക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവസാനം വരെ നിലനിൽക്കത്തില്ല എന്നിന് ഇവനും പറഞ്ഞ ഉടനെ അവളാണ് പേടിച്ചിട്ട് എടാ നീ എന്തോ ഇങ്ങനെയൊക്കെ പറയുന്നത്, അപ്പൊ നിനക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വില ഇത്രയൊക്കെ ഉള്ളോ എന്നിന് അവൾ എപ്രാളപ്പെടുമ്പോഴാണ് ഇത് കേട്ട് അവനും ഞാൻ നിന്നോട് പലതവണ പറഞ്ഞില്ലേ എനിക്ക് നിന്നോട് ഫ്രണ്ട് ആവണ്ട, ആദ്യം തൊട്ടേ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു എന്നിന് അവന്റെ ഇഷ്ടത്തെ ഉറച്ചു നീക്കും. ഇതേ സമയം വീട്ടിലേക്ക് എത്തിയ ഊയനാണ് ഗീജം പറഞ്ഞ കാലിച്ച് നോക്കി ചിരിച്ചോണ്ടിരിക്കും. അവൻ എന്തോ പറഞ്ഞ ഞാൻ അവനെ ഇഷ്ടപ്പെടണമെന്ന്, അല്ലാതെ അവനെന്നെ ഇഷ്ടമെന്ന് പറഞ്ഞല്ല. നമ്പർ 1 സൈക്കോ തന്നെ അവൻ എന്നിന് ഇവളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പം അതേസമയം അവനും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആലോചിച്ചിട്ട് ഇവൻ ഇവിടെ നിന്ന് ചാകാൻ പോവാന്നറിഞ്ഞ് ബിൽഡിംഗിൽ ചാടാൻ പോകും. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരെ തടഞ്ഞിട്ട് എടാ ഗീജോനെ ഇറങ്ങിയോടാ, ഈ മാസത്തെ വാടകയൊന്നും കൊടുത്തില്ലടാ എന്നിന് അവനെ തടഞ്ഞു നിർത്തും. അതിനേശം ഊയിന് അവളുടെ അമ്മയോട് ഗീജോൻ പറഞ്ഞ കാര്യമൊക്കെ ആലോചിച്ചൊക്കെ ചോദിക്കും, അമ്മ എന്നെ ഒരാൾ കണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവളുടെ അമ്മയും ചുമ്മാ ഇങ്ങനത്തെ വാക്കിലൊന്ന് വീണു പോകാതെ മര്യാദയ്ക്ക് പഠിക്കാൻ പറയും. അപ്പോഴാണ് അവളും കുറച്ച് അപ്സെറ്റ് ആയിട്ട് അമ്മ ഞാൻ പറയാമെന്ന് നിങ്ങളൊന്ന് കേൾക്കാവോ, ഞാനും കഷ്ടപ്പെട്ട് പഠിച്ചോണ്ട് തന്നെ ഇരിക്കുന്നത്, പഠിത്തം മാത്രമൊന്നുമല്ല എല്ലാം, നിങ്ങൾ ഡാൻസ് കളിക്കില്ലേ പിന്നെ എന്നെ മാത്രം തന്നെ പഠിക്കാൻ മാത്രം ഫോഴ്സ് ചെയ്യുന്നത് എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അമ്മയും ഓയിൻ എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം പക്ഷെ നിനക്ക് പഠിത്തമില്ലാതെ വേറെ എന്തെങ്കിലും അറിയാവോ എന്നിന് അവളുടെ അമ്മയും പറഞ്ഞ ഉടനെ ഇവളാണ് ദേഷ്യത്തിലാകും. അതിനുശേഷം അടുത്ത ദിവസം ക്ലാസ്സിൽ ചോയ്യനും അവളുടെ കൂട്ടുകാരെ പടം വരച്ച് കാണിക്കുമ്പോഴാണ് അവളാണ് അത് കണ്ടിട്ട് പൊളിയാന്ന് പറയും. അപ്പോഴാണ് മറ്റേ പെമ്പിളർ ഇത് കണ്ടിട്ട് ഞങ്ങളും കൂടെ വരച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളോടും ചോദിക്കുമ്പം ഊയിനും കുറച്ച് ടെൻഷനായിട്ടിരിക്കും. അപ്പോഴാണ് അവളുടെ കൂട്ടുകാരി സെറയും നിന്നെ കൊണ്ട് പറ്റൂടെ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ വരച്ചു കൊടുക്കാൻ വേണ്ടി പറയും. അതേസമയം മറ്റേ മിറയാണ് നിനക്ക് വരയ്ക്കാൻ വേണ്ടി ഞാൻ വന്നേക്കുമെന്ന് പറഞ്ഞ് അവൾ ക്ലാസ്സിലേക്ക് വന്ന് നോക്കുമ്പം ബാക്കി എല്ലാവരായിട്ട് ഊയിൻ സംസാരിച്ചിരിക്കുന്നുണ്ട്. ഇവൾക്കാണ് ചെറിയ അസൂയ വരും, അതുകൊണ്ട് അവളാണ് വിഷമിച്ചിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവിടെ ഗീജനാണ് അവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവ രാവിലെ തൊട്ട് ബാത്റൂം പോകാതെ പെട്ട് കിടക്കുക. അപ്പോഴാണ് ഇവന്റെ കൂട്ടുകാരന്മാരും എടാ ഇവനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവൻ എത്ര പ്രാവശ്യം ടോയ്ലറ്റിൽ പോകുന്നറിയോ, പക്ഷെ പാവന് ഒരു പ്രാവശ്യം പോലും വന്നില്ല, സത്യത്തിൽ സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെ എന്നിന് അവമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന് സൈക്കോളജിക്കലായിട്ട് കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് അവൻ ഇങ്ങനത്തെ അവസ്ഥ വന്നെന്ന് പറയുന്നത്. കൂടാതെ അവളെ ഡയറക്റ്റ് ആയിട്ട് പ്രൊപ്പോസ് ചെയ്യാതെ സുൻഹയല്ല എന്നെ ഇഷ്ടപ്പെടുന്ന അവളെ നോക്കി പറഞ്ഞിട്ട് ഒന്നേക്കോണോടെ മണ്ടാന്നറിഞ്ഞ് ഇവന്മാരൊക്കെ അവന് വഴക്കുറയും. അപ്പോഴാണ് ഗീജനും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയില് ഗായ്സ് അവൾ എനിക്ക് എന്തേലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന് നോക്കാവോ എന്നിന് ഇവൻ ചോദിക്കുമ്പോഴാണ് അവന്മാരും ഇതിലങ്ങ് ഒറ്റ മെസ്സേജും കോൾ പോലും ഇല്ല എന്നിന് അവന്മാരും പറഞ്ഞ ഉടനെ ഇവനാണ് കരയാൻ തുടങ്ങും. അതിനേശം ഇവിടെ ഊയനും അവളുടെ ഫ്രണ്ട്സിനെയൊക്കെ വരച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ ഇമാജിനറി അവളും വന്നിട്ടും ഗീജോൻ അങ്ങനെ പറഞ്ഞപ്പോ അവന് നിന്നെ ഇഷ്ടമെന്ന് പറയാനല്ലേ നീ ഉദ്ദേശിച്ചെന്ന് ഇവളോട് ചോദിക്കും. അപ്പോഴാണ് ഊയനും ചെറിയ ടെൻഷനായിട്ട് അങ്ങനൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നിന് ഇവളും ഗീജോന് ഇഷ്ടമെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ അവൾ ആ ദേഷ്യത്തിൽ ആ സ്കെച്ച് ബുക്ക് കുത്തി വരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇവളുടെ ഫ്രണ്ട്സ് ആണ് ഇവൾ എന്തോ കാണിക്കുന്ന പറഞ്ഞ് അവരൊക്കെ ചോദിക്കുമ്പോൾ ഇവളും പെട്ടെന്ന് സൈലന്റ് ആകും. എന്നിട്ട് ഗീജോന്റെ ഫ്രണ്ട്സ് ആണ് അവന് കുറെ അഡ്വൈസ് കൊടുത്തോണ്ടിരിക്കും. എടാ നിനക്ക് അവൾ ഇഷ്ടമാണെങ്കിൽ നീ മുമ്പത്തെ പോലെ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറ, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ വെറും തമാശയാന്ന് അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത്, അവൾ അങ്ങനെ ആയിരിക്കും വിചാരിച്ചേക്കുന്നത്. ഇപ്പോഴും സമയമുണ്ടാ ഗീജോന് പോയാദ്യം അപ്പിയിട്ടോ എന്ന് ന്യൂമാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ക്ലാസ് കഴിഞ്ഞ് ഊയിനും വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും. അപ്പോഴാണ് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും ഇവർക്കും വരയ്ക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞ് ഇവരൊരു ഗ്രൂപ്പ് തുടങ്ങാന്ന് പറയുമ്പോൾ അവിടേക്ക് വരുന്ന മിറയാണ് ഇത് കണ്ട് ജലസായിട്ട് നിങ്ങൾ വീട്ടിൽ വരുന്നില്ല സെറോ എന്ന് പറഞ്ഞ് അവരുടെ വിളിച്ചു വരുത്തും. അതിനെ ശിവര് മൂന്നുപേരും കൂടെ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് കറക്റ്റ് ഇവളെ പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടി ഗീജോൻ അവന്റെ ഫ്രണ്ട്സ് ആയിട്ട് മാസമായിട്ട് അവിടേക്ക് വരും. ഇത് കണ്ട് എല്ലാരും കൂടെ ഇവന്മാരൊക്കെയാണ് ഹാൻസം എന്ന് പറഞ്ഞ് എല്ലാരും വായി നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഊയനാണ് പേടിച്ചിട്ട് നൈസിന് അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഗീജനും മിസ് പന്നി എവിടെ പോന്ന്, നിന്നെ കാണാനല്ലേ ചേട്ടൻ ഇവിടെ വന്ന് എന്നിന് അവന് അവിടുത്തെ കമ്പിയിലേക്ക് കയറി ഇവളെ വിളിക്കുമ്പോഴാണ് അവളാണ് മൊത്തം നാണം കെട്ട് നിൽക്കും. എന്നിട്ട് ഇവരുടെ കൂടെ സംസാരിക്കുമ്പോഴാണ് അവൾ ഇവൻ എന്തിനാ ഇപ്പൊ ഇവിടെ കൊന്നെന്ന് പറഞ്ഞ് അവൾക്ക് മൊത്തം നാണക്കേടാന്ന് പറയും. അപ്പോഴാണ് അവനും ഞാൻ വന്ന് നാണക്കേടോ, എന്റെ ജീവിതം ആദ്യമായിട്ടാ എന്നെ നാണക്കേടായിട്ട് ഒരാൾ വിചാരിക്കുന്നത്, കുഴപ്പമില്ല ഇപ്പൊ അതൊക്കെ വിട്, ഞാൻ ഇപ്പൊ നിന്നോട് പറയാൻ വന്നത് ഒരു സോറിയാ എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും സോറിയോ നീ എന്തിനാ സോറി ചോദിക്കുന്നത് എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവനിപ്പം പറയുന്നത് ഇന്നലെ ഞാൻ പ്രൊപ്പോസ് ചെയ്തത് നിനക്കൊരു തമാശയായിട്ട് തോന്നിക്കാണും, പക്ഷെ അതേസമയം ഞാൻ സീരിയസ് ആയിട്ട് ഇന്നലെ നിന്നോട് അങ്ങനെ പറഞ്ഞു എന്നിന്
ഇവനും പറയുമ്പം അവളാണ് മനസ്സിലായിരിക്കും ഇവനിപ്പോ ഡേറ്റ് ചെയ്യാൻ വിളിക്കാൻ പോയിരിക്കുന്നു. അതുകൊണ്ട് ആ ടെൻഷൻ അവളിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവനാണ് ഓയുൻ നമുക്ക് കല്യാണം കഴിക്കാം, ഇപ്പൊ തന്നെ നമുക്ക് കല്യാണം കഴിക്കാം, എന്താ പറയുന്നത് അടിപൊളിയല്ലേ എന്നിന് അവനും പറഞ്ഞിട്ട് ചിരിക്കുമ്പം ഇവളാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഒറ്റ രടിച്ചാൻ കൊടുക്കും. അതോടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാരും കൂടെ ഷോക്കായി പോകും. അതിനേശം അവളുടെ ഫ്രണ്ട്സ് ആണ് അപ്പം സത്യത്തിൽ പ്രൊപ്പോസ് ചെയ്യാനല്ല വന്നേ ചോദിക്കുമ്പം ഊയിനും ദേഷ്യത്തി അങ്ങനെയാണെന്ന് ഞാനും വിചാരിച്ചു, പക്ഷെ അവ എന്നെ കളിയാക്കുക എന്നിന് ഇവള് ദേഷ്യത്തിരിക്കുമ്പം അവളുടെ കൂട്ടുകാരി മിറയാണ് എന്നെയും കൂടെ ഡ്രോയിങ് ക്ലബ്ബിൽ ജോയിൻ ആക്കുമെന്ന് പറഞ്ഞ് ഊയിനോടും ചോദിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് മറ്റവളും എടി നീ എന്തോ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്, നിനക്ക് ഡ്രോയിങ്ങിലൊന്നും ഇഷ്ടമല്ലല്ലേ, ഇനിയിപ്പോ അവന്റെ ഫ്രണ്ട്സിനെ നീ വായി നോക്കാൻ വേണ്ടിയാണ് എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് മിറയും ആ ഊയിൻ അങ്ങനെയല്ല ക്ലബ്ബിൽ ചേർന്ന് ആ സുൻഹയെ വായി നോക്കാൻ വേണ്ടി, എങ്കിൽ പിന്നെ ഞാൻ ചേർന്ന് എന്തോ തെറ്റ് എന്നിന് ഇവർ തമ്മിൽ തർക്കമാകുമ്പം ഊയിനാണെ തടഞ്ഞിട്ട് അവളാണ് ചോദിച്ചോക്കാന്ന് പറഞ്ഞ് അവളുടെ ഫോൺ എടുത്തോണ്ട് അങ്ങോട്ടേക്ക് അങ്ങ് പോകും. അപ്പോഴാണ് ഇവിടെ മിറയും എന്തായാലും ആ സുൻഹ വെച്ച് ബാക്കി എല്ലാവരും അന്ന് ഊയിനെ കോളവാക്കിയാ വരച്ചെന്ന് പറഞ്ഞ് അവരെക്കാളും ബെറ്റർ ആയിട്ട് ഇവള് കാലും കൊണ്ടൊക്കെ വരയ്ക്കെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇതേക്ക് ഊയിനാണ് ദേഷ്യത്തി മിറ നീ ഇപ്പൊ പറഞ്ഞ് തിരിച്ചെടുത്തേക്ക്, അവർക്ക് കഷ്ടപ്പെട്ട പടം വരച്ച് നീ അവരുടെ എഫോർട്ടിനൊക്കെ കളിയാക്കുന്നു എന്നിന് ഊയും ചൂടാകുമ്പം അവളുടെ കൂട്ടുകാരിക്കൊന്നും മനസ്സിലാവാതെ എടി ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞില്ലേ ഇതിന് ഇത്ര സീരിയസ് ആണോ എന്നിന് അവള് വിഷമിച്ച് അവിടെ നോക്കുമ്പോൾ സെറി അവളെ സമാനപ്പെടുത്താൻ വേണ്ടി കൂടെ ചെല്ലും. ഇതേ സമയം വീണ്ടും ഗീജനെ റിജക്ട് ചെയ്തോണ്ട് ഇവന്മാരാണ് അവനോട് ദേഷ്യപ്പെടും എടാ ആദ്യം ഡേറ്റ് ചെയ്യാൻ ചോദിക്കണോടാ എന്നിട്ട് വേണം ഈ കല്യാണമൊക്കെ, ആദ്യം ചാടിക്കയറി ആരെങ്കിലും കല്യാണം കഴിക്കാൻ പറയോ എന്നിന് ഇവന്മാര് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ഗീജനാണ് അതെല്ലാം കേട്ടിട്ട് എടാ എന്തുവാടാ ഡേറ്റ് ചെയ്യുന്ന കല്യാണം കഴിക്കാനല്ലേ, ഞാൻ അത് ആദ്യമേ ചോദിച്ച തെറ്റായി പോയോ, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടാ ഞാൻ തന്നെ ഇപ്പൊ വിഷമത്തിലിരിക്കുക എന്നിന് അവനും തിരിഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പം ഇവന്മാർക്ക് വേറെ എന്താണെന്നറിയാതെ അവന്റെ ചേച്ചിയെ വിളിച്ചെടുത്തും. അതോടെ അവളാണ് ദേഷ്യത്തി എന്തുവാണ് നിങ്ങൾ പറയുന്നത്, അവനൊരു പെങ്കൊച്ച് റിജക്ട് ചെയ്തെന്നോ എന്ന് ഇവളെ സന്തോഷത്തി ഇവന്മാരുടെ ഫ്രണ്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവന്മാരാണ് പേടിച്ചിട്ട് ചേച്ചി ചേച്ചി പ്ലീസ് അവൻ പാവം കരഞ്ഞോണ്ടിരിക്കുക നിങ്ങൾ അവനും സമാനപ്പെടുത്ത്, അത് നിങ്ങൾക്കറിയാവുന്ന ഊയും തന്നെ അവന് റിജക്ട് ചെയ്ത്, പക്ഷെ അവൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിലുള്ള വേറൊരുത്തനോടാണ് പ്രണയം എന്നിന് ഇവന്മാരും പറയുമ്പം ഇവളാണ് അടുത്ത സെക്കൻഡ് ഗീജോനെ പിടിച്ചിട്ട് അടിക്കും. അപ്പോഴാണ് അവനും ദേഷ്യത്തി നിനക്കെന്തോ വട്ടാണടി എന്നിന് അവൻ ചോദിക്കുമ്പോഴാണ് അവളും എടാ അനെ ഇതിനൊന്നും വിഷമിക്കാറാ, നീ ഇങ്ങനെ അവളുടെ പുറകെ പോയിക്കൊണ്ടിരുന്ന പിന്നെ അവൾ നിന്റെ അടുത്ത് അകന്നു പോകത്തേ ഉള്ളു, എന്തായാലും അവൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ വേറൊരു പയ്യനായിട്ട് ഇഷ്ടമല്ല, എന്തായാലും അവനോട് ഇഷ്ടമുള്ളപ്പോ നിന്നോട് പെട്ടെന്ന് എങ്ങനെ ഇഷ്ടം വരും, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും എന്നിന് ഇവൾ അഡ്വൈസ് ചെയ്യുമ്പം ഇത് കേട്ട് അവനാണ് പേടിച്ചിട്ട് ഒരു സുൻഹ എന്ന് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ് അവനാദ്യം ഇവള് വീട്ടിലേ പോകാൻ വേണ്ടി പറയും. അതോടെ അവളും ഇത്രയും ദൂരം വിളിച്ചു വരുത്തിയിട്ട് തിരിച്ച് ഇപ്പൊ തന്നെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് അവനെ അടിച്ച് പൊട്ടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് മുകളിൽ ചെന്ന് ഇവന്റെ കൂട്ടുകാരന്മാരാണ് അവളെ വിളിച്ച് തെറ്റായി പോയി കളിയാന്ന് പറഞ്ഞ് ഇവന്മാർ സംസാരിച്ചോണ്ടിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഗീജനാണ് അവന്റെ ചേച്ചിയോട് അവൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളാണ് എടാ നീ അതാലോചിച്ചൊന്ന് വിഷമിക്കണ്ട, അവൾക്ക് നിന്നെ കുറിച്ച് മനസ്സിലായില്ല, എന്റെ അനിയൻ ആരാന്ന് പറഞ്ഞ ആരെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കോ, അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നീ അവളുടെ കൂടെ നല്ലോണം ക്ലോസ് ആകും എന്നിന് ഇവൾ പറയുമ്പോഴാണ് അവനും ഞാൻ വിചാരിച്ച് ഞങ്ങൾ ആൾറെഡി ഭയങ്കര ക്ലോസ് ആയെന്ന് എന്നിന് അവന് സങ്കടത്തിരിക്കുമ്പം ഇവന്റെ ചേച്ചിയാണ് ഇവനെ കുറിച്ച് അറിയാത്തതുകൊണ്ട് അവൾ അവോയ്ഡ് ചെയ്തെന്ന് അറിഞ്ഞിട്ട് ഇവനൊരു നല്ല പയനാന്ന് പറഞ്ഞ് വെറുതെ ചേച്ചി വിഷമിക്കാതെ ആദ്യം ബാത്റൂം പോകുന്ന പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവന്റെ വിഷമങ്ങളെല്ലാം പോയി ഞാനൊരു അടിപൊളിയായിട്ടുള്ള പയ്യനാടാന്ന് പറഞ്ഞ് അവന്റെ കോൺഫിഡൻസ് 100% ആകും. അപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്ന ഇവന്റെ കൂട്ടുകാരനാണ് ടോയ്ലറ്റിൽ നോക്കുമ്പോ അവിടെ ഫുള്ളും തിളങ്ങിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗീജോൻ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് എടാ ഇപ്പൊ നമുക്ക് സ്കൂളിൽ പോവാം എന്നിന് ഇവനും പറയുന്ന അതേസമയം ഇവിടെ സ്കൂളിൽ വെച്ച് ഹോയിനും മിറയും കൂടെ വീണ്ടും പ്രശ്നമാകും. അങ്ങനെ ഇപ്പൊ പരിചയപ്പെട്ട ആ സ്പിരിറ്റ് ഫിംഗേഴ്സിന് വേണ്ടി നീ എന്റെ കൂടെ നില വഴക്കുണ്ടാക്കി വന്ന് കൂട്ടുകാര് പറയുമ്പം അത് കേട്ട് ഹോയിനാണ് മിറ നീ സംസാരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ തമാശ പറയുന്ന രീതിയിലൊക്കെ എന്നെ കുറെ പ്രാവശ്യം കളിയാക്കിയിട്ടുണ്ട്, അതൊക്കെ എനിക്ക് വിഷമിക്കത്തില്ലെന്നാണ് നീ വിചാരിക്കുന്നത് എന്നിന് ഇവള് ചോദിക്കുമ്പോഴാണ് അവളും എങ്കിൽ പിന്നെ നീ പറയണ്ടായിരുന്നോ എന്തിനാ അതെല്ലാം സഹിച്ചോണ്ടിരുന്നത് എന്നിന് ഇവർ തമ്മിൽ വീണ്ടും തർക്കമാകുമ്പം സെറയായിരിക്കും രണ്ടുപേരും സമാനപ്പെടുത്താൻ നോക്കുന്നത്. പക്ഷേ മിറയ്ക്കാണ് അത് കുറെ സങ്കടമായിട്ട് നിനക്ക് എന്റെ കൂടെ ഫ്രണ്ട്സ് ആവുണ്ടെങ്കിൽ എങ്കിൽ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ കറങ്ങുന്നില്ലെന്ന് പറഞ്ഞ് അവൾ ഇവർ അവോയ്ഡ് ചെയ്തിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൾ അങ്ങ് ദൂരെ പോയിട്ട് അവിടെ ഒറ്റയ്ക്ക് നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം അന്ന് രാത്രി ഊയിന്റെ അനിയനാണ് ഇവളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കുമ്പം ഊയിൻ അവനോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അകത്തേക്ക് വിളിക്കും. അങ്ങനെ ഇവന് സ്കൂളിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഊയിൻ ചോദിച്ച് മനസ്സിലാക്കുമ്പം ഇത് കേട്ട് അവനും എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല, കാരണം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നമുക്കൊരു തലവനായിട്ട് മാറത്തുള്ളെന്ന്, അതുകൊണ്ട് ഞാനും വേണ്ടെന്ന് വെച്ച്. ഇപ്പൊ നീ എന്തിനാ പെട്ടെന്ന് എന്നോട് ഇതിനെ കുറിച്ച് ചോദിക്കുന്നത്, ഒരു നീ നിന്റെ ഫ്രണ്ട്സായിട്ട് വഴക്കുണ്ടാക്കിയോ, മിക്കവാറും അത് സെറയായിരിക്കത്തില്ല മറ്റേ മിറയായിരിക്കും, അങ്ങനെയാണ് അവളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങ് നിർത്തിയേക്ക്, അവളെ കൊണ്ട് ഒരു യൂസും ഇല്ല നിനക്ക് എന്നിന് ഇവനും പറഞ്ഞിട്ട് പോകുമ്പം ഇത് കേട്ട് അവളാണ് വിഷമിച്ചിരിക്കും. അതിനുശേഷം അടുത്ത ദിവസം ഇവിടെ അനിയന് ക്ലാസ്സിൽ നിന്ന് പഠിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യന്മാരൊക്കെ ഒന്ന് റാഗ് ചെയ്യും. എടാ നിനക്ക് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നില്ലടാ ഏടാ പഠിപ്പി എന്നിന് അവന്മാരൊക്കെ ചോദിക്കുമ്പം ഇവിടെ അനിയനാണ് സോറി എനിക്ക് കാട്ടുമാക്കാരുടെ ഭാഷയൊന്നും അറിയത്തില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവന്മാരും കാട്ടുമാക്കാന്മാരോ എടാ നീ ഭയങ്കര ബുജ്ജിയാന്ന് പറഞ്ഞ് ഭയങ്കര ഷോയൊക്കെ ആണല്ലേ എന്നിന് ഇവന്മാരൊക്കെ തർക്കിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വേറൊരു പയ്യനാണ് മൂക്കളയും ചീറ്റിക്കൊണ്ട് അവിടേക്ക് വരും. ഗായ്സ് ഇങ്ങനെ അടികൂടല് ടീച്ചർ ഉണ്ടായ വഴക്കാം എന്നിന് അവനും പറഞ്ഞിട്ട് പോയ ഉടനെ അടുത്തായിട്ട് ടീച്ചർ അവിടേക്ക് വന്നിട്ട് ഇവരൊക്കെ പരസ്പരം ഇരിക്കുന്ന ആളെ നോക്കി ഇപ്പൊ പടം വരയ്ക്കാൻ വേണ്ടി പറയും. അതേസമയം അനിയന്റെ അടുത്തിരിക്കുന്ന
പഠിക്കുന്ന പയ്യൻ ഇന്ന് വരാത്തോണ്ട് മറ്റേ അവനെ സഹായിച്ച പയ്യനാണ് ഞാൻ വരാൻ മിസ് എന്ന് പറഞ്ഞ് അവൻ കൈവെക്കും. അപ്പനാണ് ഇത് കണ്ട് മറ്റേ റാഗേതന്മാരും ഈ മൂക്കള ചീറ്റ് എന്തിനാണ് അവന്റെ അടുത്ത് പോയെന്ന് പറഞ്ഞ് ഇവരൊക്കെ കളിയായിക്കൊണ്ടിരിക്കും. അതേസമയം ഇവനും അനിയന്റെ കുറെ കളർസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അവൻ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പം അവനാണ് ആദ്യം മൂക്കള ചീറ്റടാന്ന് പറഞ്ഞ് ടിഷ്യൂ പേപ്പർ എടുത്ത് കൊടുക്കും. അതിന് ശവം കരഞ്ഞോണ്ടിരിക്കുമ്പം ഇത് കാണുന്ന അനിയനും എടാ നിനക്കെന്തോ പറ്റി കരയാണോ എന്നിട്ട് ഇവൻ ചോദിച്ച അടുത്ത സെക്കൻഡ് അവനാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു കൂട്ടുകാരൻ ഗിഫ്റ്റ് വാങ്ങിച്ചിരുന്നത്. ഞാൻ ഭയങ്കര ടച്ചായി, ഇത് ഞാൻ എന്റെ ജട്ടിക്കകത്ത് വെച്ചേക്കാം എന്ന് ഇവൻ ചെയ്യുന്നുണ്ട്. ഊയിന്റെ അനിയൻ മൊത്തത്തിൽ പെട്ടുപോയി കിടക്കും. അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് ഇവന്റെ അമ്മ ഇവനൊന്ന് പിക്കപ്പ് ചെയ്യുമ്പോഴാണ് അവൻ എപ്പോഴും ബുക്ക് തുറന്ന് വെച്ച് പഠിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പോഴാണ് അമ്മയും ഇവരുടെ ക്ലാസ്സിൽ ഒരു പഠിക്കാത്ത പയ്യനുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് ഇവനോട് സംസാരിച്ച ആ പയ്യനെ കുറിച്ച് പറയും. അങ്ങനെ അവന്റെ കൂടെ മാത്രം കൂട്ടോടല്ലെന്ന് ഇവന്റെ അമ്മയും കുറെ അഡ്വൈസ് തരുമ്പം ഇത് കേട്ട് അവനാണ് ദേഷ്യത്തിൽ അമ്മ ഒന്ന് മിണ്ടാതെ വണ്ടി ഓട്ടിക്കാവോ എനിക്ക് ഉറക്കം വരിക എന്നിന് അവൻ ആ സംസാരം അപ്പം തന്നെ നിർത്തും. അതിനേശ് ഇവിടെ ഊയിന്റെ 2 ഫ്രണ്ട്സും കൂടെ സംസാരിക്കുമ്പോഴാണ് സെറയാണ് ഇതിനും ഇവൾക്കും ഊയിനായിട്ട് വഴക്കുണ്ടായെന്ന് പറഞ്ഞ് അന്ന് നടന്ന കാര്യം കുറയും. അതായത് ഇവളുടെ പാരന്റ്സ് ഡിവോഴ്സ് ചെയ്തപ്പോൾ ഇവള് തെറ്റായ കൂട്ടുകാരായിട്ടൊക്കെ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഊയിനായിരിക്കും ദേഷ്യപ്പെട്ട് ഇവളോടന്ന് വഴക്കുണ്ടാക്കിയത്. അങ്ങനെ അതാ ഇവർ തമ്മിൽ നടന്ന ആദ്യത്തെ വഴക്കെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇവർ തമ്മിൽ വഴക്കുള്ളതുകൊണ്ട് അതിനർത്ഥം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതായി പോകത്തില്ലെന്ന് പറഞ്ഞ് ഇവൾ അവളെ കളിയാക്കിയതുകൊണ്ട് അതിനൊക്കെ സോറിയിക്കെന്ന് പറഞ്ഞ് സെറ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് താഴെ ഊയിനാണ് വെയിറ്റ് ചെയ്തോണ്ട് മിറയോട് ഞാനിപ്പോ സോറി ചോദിച്ച നമ്മള് പഴയതുപോലെ ഫ്രണ്ട്സ് ആവത്തില്ലെന്ന് അവളോട് വിഷമിച്ച് ചോദിക്കുമ്പം ഇത് കേട്ട് അവളുടെ കൂട്ടായിരിക്കും ഊയിൻ നീ അപ്പൊ തന്നെ ഇങ്ങനെ സോറി ചോദിക്കുവാണ് എന്തിനിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, ഈ തവണ അവളൊന്ന് സോറി ചോദിക്കട്ടെ എന്നാലേ അവളുടെ തെറ്റ് അവള് മനസ്സിലാക്കത്തുള്ളൂ. അവള് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാ, അവള് നമ്മുടെ അടുത്ത് അകന്നൊന്നും പോകത്തില്ല. പിന്നെ ആ ഗീജോന്റെ കാര്യം എന്തായി അതിനുശേഷം നിങ്ങൾ തമ്മിൽ കണ്ടില്ലേ എന്ന് ഇവള് ചോദിക്കുമ്പോഴാണ് ഊയിനും ആരവനോ അവൻ കല്യാണം കഴിച്ചെന്നൊക്കെയാണ് ചോദിച്ചത്, അവൻ മിക്കവാറും എന്നെ കളിയാക്കുമായിരിക്കും എന്ന് ഇവള് പറയുമ്പോഴാണ് കൂട്ടാരിയും ഊയിൻ അവന്റെ ക്യാരക്ടറിന് മിക്കവാറും സീരിയസ് ആയിട്ടായിരിക്കും പറഞ്ഞത്, എന്തായാലും അവനെ കുറിച്ച് നീ ഒന്നും കൂടെ ആലോചിച്ച് നോക്ക് എന്ന് ഇവർ രണ്ടും സംസാരിച്ചോണ്ടേ പോകും. അതേസമയം ഇവിടെ ഗീജനാണ് ഫുൾ എനർജറ്റിക് ആയിട്ട് അവനിപ്പോ മോഡലിംഗ് ചെയ്തോണ്ടിരിക്കും. ഇതേസമയം അവിടേക്ക് വന്ന് ഏറിയുമാണ് ഇന്നിവളുടെ ലുക്കാണ് എങ്ങനെയുണ്ടെന്ന് ഗീജനോടും ചോദിക്കുമ്പം അവനാണ് നോക്കാവുന്ന സമയമെന്ന് പറഞ്ഞ് അവന് ഊയിന് മെസ്സേജ് അയച്ചോണ്ടിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും പുറത്ത് റെസ്റ്റോറന്റ് വെച്ച് മീറ്റ് ചെയ്യാന്ന് ഇന്ന് സംസാരിച്ച് വെച്ചേക്കുക. ഇതേസമയം കടയുടെ അടുത്തൂടെ ആയിരിക്കും ഊയിനെ റാഗേതാ മറ്റേ 3 പെമ്പിളേർ നടന്നു വന്നത്. അങ്ങനെ അവരും ഏറിയമിന്റെ പ്രൊഫൈലൊക്കെ നോക്കിയിട്ട് ഇവൾക്ക് ഇഷ്ടം ഗീജനാണെന്ന് മനസ്സിലാക്കും. അതുകൊണ്ട് അവരാണ് ഒരു അന്ന് ബ്ലൈൻഡ് ആയിട്ട് വല്ല സക്സസ് ആയിരുന്നെങ്കിൽ ഇവള് നമ്മൾ പഞ്ഞി കിട്ടാനെന്ന് പറഞ്ഞ് അവരൊക്കെ പേടിച്ചിരിക്കും. അതേസമയം ഇവിടെ ഏറിയമും അവൾക്ക് കുറച്ച് സംശയമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ ഗീജനോട് അഡ്വൈസ് ചോദിക്കുമ്പോഴാണ് അവനാണ് ഇവളോട് സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ലാതെ ഇവൾക്ക് എന്തോ പറയേണ്ടതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും പഠിത്തമൊക്കെ നിർത്തിയിട്ട് ഫുള്ള് മോഡലിംഗ് ഇറങ്ങിക്കോട്ടെ എന്ന് ഇവളിങ്ങനെ ചോദിക്കുമ്പം അവനാണ് നല്ല മാർക്കുള്ളതുകൊണ്ട് നീ പഠിത്തം നിർത്തണ്ടെന്ന് പറഞ്ഞ് ഇവൾക്ക് വേറൊന്നും ചോദിക്കല്ലേ അവനിപ്പോ പോകുമെന്ന് അറിയും. അപ്പോഴാണ് ഇവളാണ് തടഞ്ഞു നിർത്തിയിട്ട് ഗീജോൻ നീ എനിക്ക് കൂട്ടിന് മോഡലിംഗ് ചെയ്യാമെന്ന് വരാമോ എന്നിന് അവൾ ഇവനെ വളയ്ക്കാൻ നോക്കുമ്പം ഇത് മനസ്സിലാക്കി അവനാണ് ഏറിയും ഞാൻ നിന്നോട് പലതെന്ന് പറഞ്ഞിട്ടുണ്ട്, നീ എന്നെ അങ്ങനത്തെ രീതിയിൽ നോക്കല്, നമ്മൾ തമ്മിൽ വേറൊരു ബന്ധമില്ല എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഇവളാണ് വിഷമിച്ചിട്ട് പിന്നെ എന്തിനാ അന്ന് ഇവളെ ആ റാഗിങ്ങിന്ന് ഹെൽപ്പ് ചെയ്താൻ ചോദിക്കും. ഇത് കേട്ട് അവനാണ് വീണ്ടും അടുത്തേക്ക് വന്നിട്ട് ഏറിയും നീ ഇപ്പൊ നല്ല കൊച്ചിനെ പോലെ ആക്റ്റീവ് എന്ന് എനിക്കറിയാം, പക്ഷെ സത്യത്തിൽ നിനക്ക് മാറാനുള്ള ഉദ്ദേശമില്ലെങ്കിൽ പിന്നെ നീ വീണ്ടും റാഗിങ് ചെയ്യാൻ പോയിക്കോ, ഞാൻ നിന്നെ ഒന്നും ഹെൽപ്പ് ഒന്നും ചെയ്യത്തില്ല എന്നിന് അവനും പറഞ്ഞിട്ട് പോകുമ്പം ഇവളാണ് ഞാൻ റാഗ് ചെയ്തോണ്ടാണോ നിനക്ക് ഇഷ്ടപ്പെടാത്തതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. ഇതിനുശേഷം ഗീജൻ നേരെ ഊയിനെ കാണാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് അവൾ അവിടെ നിന്ന് പൂവൊക്കെ ഊതി കളിക്കുന്നുണ്ട്. ഇവ മൊത്തത്തിൽ വീന്ന് പോയി ഷെടാ ഇവളെ കാണാൻ ഭയങ്കര ക്യൂട്ടാണല്ലേ, പക്ഷെ ഞാൻ ഇന്ന് ഇവളുടെ ഫ്രണ്ട് മാസ് കാണിക്കാൻ വേണ്ടി വന്നേ, ഇപ്പൊ എന്റെ മാസ് എല്ലാം ഒന്നിനില്ലാതായി പോവോ എന്നിന് ഇവൻ തന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പം പുറേ വന്നിട്ട് അവളാണ് ഇവൻ എന്ത് ഇവിടെ കാണിക്കുന്നതെന്ന് ചോദിക്കും. അതിനുശേഷം ഇവ രണ്ടും കൂടെ സംസാരിക്കുമ്പോഴാണ് അവളാണ് ഇവള് മുഖത്തൊന്ന് അടിച്ചത് ഇപ്പോഴും വേനുണ്ടോന്ന് ചോദിക്കും. അതോടെ അവനും പെട്ടെന്ന് അയ്യോ എനിക്ക് വേന എടുക്കുന്നു, പക്ഷെ ഇപ്പോഴും ഓർമ്മ വന്ന് നീ എന്തോടി വല്ലതും പയ്യനാണോ നല്ല സ്ട്രോങ്ങിലെ നീ എന്നെ അടിച്ച എന്നിന് അവൻ പറയുമ്പോ അവളും ഞാൻ ചുമ്മാ ഒന്നല്ലല്ലോ അടിച്ച, നീ എന്നെ കല്യാണം കഴിക്കണമെന്ന് കളിയാക്കിയതുണ്ടല്ലേ എന്നിന് അവള് പറഞ്ഞ ഉടനെ അവനും ഞാൻ എപ്പോഴാ കളിയാക്കിയ, ഞാൻ സീരിയസ് ആയിട്ടാ പറഞ്ഞ, എങ്കിൽ പിന്നെ നമ്മൾ തമ്മിൽ നടന്ന കാര്യമൊക്കെ മറന്നേക്ക്, ഇനിയിപ്പോ എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് നിന്നെ വിശ്വസിപ്പിക്കാൻ ഞാൻ എന്തോ ചെയ്യണ്ട എന്നിന് ഇവൻ ചോദിക്കുമ്പോ അവളും നീ എന്തിനാണ് എന്നെ വിശ്വസിപ്പിക്കുന്നത് എന്നിന് അവള് വീണ്ടും ചോദിക്കുമ്പം ഇത് കേട്ട് അവന് ടെൻഷനായിട്ട് അതാ ഞാൻ പറഞ്ഞില്ല എനിക്ക് നിന്നെ ഇഷ്ടമെന്ന് എന്നിന് അവനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇവളാണ് ഇവന്റെ ഒന്ന് രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവനും പറയുന്നിട്ട് ഇവള് സംസാരിക്കാൻ വിളിച്ചിട്ട് ഇപ്പൊ ഇവളെന്തിനാ പോന്നേന്ന് അവനും ചോദിക്കുമ്പം ഇവളാണ് അന്ന് ഇവളെ കാണാൻ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞതും ചുമ്മാ തമാശയെല്ലാം ചോദിക്കും. അപ്പോഴാണ് അവനും ഞാൻ പറയുന്നല്ല നിനക്ക് തമാശയാണ്, എനിക്ക് അങ്ങനെ തോന്നിയോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളു എന്നിന് ഇവനും പറഞ്ഞു കൊടുക്കുമ്പം അവളാണെങ്കിൽ പിന്നെ ഇവൻ ഏതാ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും കുറെ ആലോചിച്ചിട്ട് നിന്നെ മൊത്തത്തിൽ കാണാൻ ബ്യൂട്ടിഫുള്ളാ, പക്ഷെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിന്റെ ചെവിയിൽ ഈ മാർക്ക് കാണാൻ കിടില്ല വന്ന് അവനെ ടച്ച് ചെയ്ത് കാണിച്ച ഉടനെ ഇവള് മൊത്തത്തിൽ അങ്ങ് ഷൈ ആകും. അപ്പോഴാണ് ഇവളുടെ മുഖം ചുമക്കുന്നുണ്ട് അവനും പേടിച്ചിട്ട് അയ്യോ നിനക്കിത് എന്തോ പറ്റി, നിന്റെ ഫേസ് ഫുള്ള് റെഡായി പനി വല്ലതും പിടിച്ചോ എന്നിന് അവന് ചോദിച്ചോണ്ടിരിക്കുമ്പം ഇവളിവിടെ മൊത്തം സ്റ്റണ്ണായി പോയിരിക്കും.
അതിനേശം ഇവള് മുഖ കഴിയിട്ട് കഴിയുമ്പോഴാണ് അവന് പെട്ടെന്ന് ഇതിനെ ചുമന്നെന്ന് പറഞ്ഞ് ഇവളുടെ ഫേസ് ഒക്കെ വീണ്ടും നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് അവളിപ്പോ വീട്ടിലേ പോകാന്ന് പറയുമ്പോൾ ഇവനാണ് സംസാരിക്കാൻ വന്നിട്ട് വീട്ടിൽ പോകാന്ന് പറഞ്ഞ് വീണ്ടും അവള് വിളിച്ചെടുത്തും. അങ്ങനെ വീണ്ടും ഇവര് പഴയ സ്പോട്ടിൽ വന്നിരുന്നിട്ട് ഇവനാണ് എങ്കിൽ പിന്നെ ആദ്യം തന്നെ ഡേറ്റ് ചെയ്യണ്ട, നമുക്കാദ്യം ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞ് ഇവൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകാൻ വേണ്ടി തീരുമാനിക്കും. അതുകൊണ്ട് ഇവൻ ആരാന്ന് ആദ്യം ഒരു ഫ്രണ്ടായിട്ട് മനസ്സിലാക്കുന്ന പറയുമ്പോൾ അവളാണ് ഇവൻ എന്തോ പറയുന്നത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അപ്പനാണ് അവന് ചാടി എന്നിട്ടിട്ട് ഓയൻ എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് നീ അക്സെപ്റ്റ് ചെയ്യുന്നോ എന്നിന് ഇവന് കൈ കൊടുക്കുമ്പോൾ അവൾക്കാണ് നാണക്കേടായിട്ട് ഇതെന്തോ നീ ഫേസ്ബുക്ക് എനിക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നെന്ന് പറഞ്ഞ് അവള് ചമ്മിപ്പോയിരിക്കും. അതിനുശേഷം അവൻ അവളുടെ ഫ്രണ്ടായി ഇവളെ വീട്ടിൽ കൊണ്ടാക്കുമ്പോൾ അവൾ ഏത് കാലത്തെ ഫ്രണ്ട് വീട്ടിലേക്ക് കൊണ്ടാക്കുന്നതും ചെയ്യിക്കും. അപ്പനാണ് അവനും ഇതെന്തൊരു ചോദ്യം, ഫ്രണ്ട്സ് പിന്നെ വീട് വരെ കൊണ്ടാക്കത്തില്ലേ? പക്ഷേ നീ ഒരു കാര്യം ഓർമ്മ വെച്ചോ, ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കുറെ ദിവസം ഒന്ന് വലിച്ചു നീട്ടണ്ട. കാരണം എന്റെ ചേച്ചിയുടെ പരിചയത്തിൽ എനിക്ക് നല്ലോണം അറിയാം ഫ്രണ്ട്ഷിപ്പ് വീന്നു പോയാൽ പിന്നീട് അങ്ങോട്ട് ഡേറ്റ് ചെയ്യാൻ വലിയ ചാൻസ് ഒന്നും കാണത്തില്ലെന്ന്. എങ്കിൽ പിന്നെ നമുക്ക് സൺഡേ കാണാം ബൈ എന്നിന് അവനും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അവളാണ് അവനിന്ന് പറഞ്ഞേക്ക് ആലോചിച്ചിട്ട് ഇവളോട് മൊത്തം നാണിച്ചായിരിക്കും ഇരിക്കുന്നത്. അതിനേശം അടുത്ത ദിവസം ഇവരെല്ലാം പടം വരയ്ക്കാൻ വേണ്ടി ഹിസ്റ്റോറിക്കൽ ഡ്രസ്സിൽ പുറത്തേക്ക് ചെല്ലും. അതുകൊണ്ട് ഇവരുടെ ഗെറ്റപ്പ് കണ്ട് എല്ലാവരും കൂടെ ഷോക്കായിരിക്കുമ്പം അതേസമയം ഹൂയിനാണ് ഡ്രസ്സും ചേഞ്ച് ചെയ്യാതെ അവളെ കൈ ഇങ്ങനെ കൊണ്ടുവരും. എന്നിട്ട് അവളും ബാക്കിയുള്ളവരെയൊക്കെ കണ്ടിട്ട് നിങ്ങളൊക്കെ കാണാൻ കിങ് ക്യൂവിനെ പോലെ ഉള്ളെന്ന് പറഞ്ഞ് ഇവരൊക്കെ സന്തോഷത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് അതേസമയം അവിടേക്ക് സുൻഹോ വരാന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ഹൂയിനും മൊത്തത്തിൽ വീണും ഇവനെ കാണാൻ ലുക്കാണെന്ന്. പക്ഷെ ഫേസ് കാണിക്കുമ്പോഴായിരിക്കും വന്നേക്കുന്നത് ഗീജനാണ്. അങ്ങനെ അവനെ കണ്ടിട്ട് അവൾ അവസാനം ചമ്മിപ്പോവും. അപ്പോഴാണ് അവനും എന്റെ സൗന്ദര്യത്തിൽ വീണോയെ ചോദിക്കുമ്പം ഇവൾ അവനെ പിടിച്ച് മാറ്റിയിട്ട് പോരാ വരുന്ന സുൻഹ ഇങ്ങനെ നോക്കി അവൾ സന്തോഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇവിടെ ഗീജനാണ് മൊത്തത്തിൽ ദേഷ്യത്തിരിക്കുക. അതുകൊണ്ട് ഇവളുടെ ഫ്രണ്ട് ചെന്നിട്ട് നീ ആദ്യം പോയി ഡ്രസ്സ് മാറ്റടി, വല്ലവനെ വായി നോക്കാതെ എന്നിന് അവളെ കാണാൻ സമ്മതിക്കാതെ അവസാനം അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവൾ അവിടെ നിന്ന് ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുമ്പം ഇവനാണ് ഇവളെ കാണാൻ ഭയങ്കര ക്യൂട്ടെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവൾ ഹഗ് ചെയ്യും. പക്ഷെ സത്യത്തിൽ ഇവൻ മരത്തിനിങ്ങനെ ഹഗ് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴാണ് ഇത് കണ്ട് അവളാണ് പേടിച്ചിട്ട് എടാ നീ എന്തുകൂടെ കാണിക്കുന്നത്, നീ ആ മരത്തിന് പോലും വെറുതെ ഇടത്തില്ല എന്നിന് അവള് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകുമ്പം ഇവനാണ് നിക്കി ഫ്രണ്ട് എന്ന് പറഞ്ഞ് അവളുടെ പുറകെ തന്നെ ഓടിച്ചെല്ലും. അങ്ങനെ അതൊക്കെ കണ്ട് അവന്റെ ചേച്ചിയും ചിരിച്ചോണ്ടിരിക്കുമ്പം അവിടേക്ക് വന്ന സുൻഹയും ഇവളുടെ അനിയന് ഓയിന് ഇഷ്ടമാണെന്ന് ചോദിക്കും. അപ്പനാണ് അവളും അതെങ്ങനെ ഇവനെ മനസ്സിലായെന്ന് ചോദിക്കുമ്പം ഇത് കേട്ട അവനും ഗീജനെ പോലെ ഡയറക്റ്റ് ആയിട്ടിരുന്നെങ്കിൽ നീ മുമ്പ് എന്റെ ഇഷ്ടം മനസ്സിലായി കാണുമെന്ന് പറഞ്ഞ് ഇവൻ ഇപ്പൊ ഇവളെ പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കും. അതേസമയം അവളാണ് അത് കേട്ടിട്ട് വേറൊന്ന് ആലോചിച്ചോണ്ടിരിക്കും. ഇവളുടെ അനിയൻ പറഞ്ഞാണ് ഓയി സ്നേഹിക്കുന്ന ഇവളുടെ ഫ്രണ്ട് സുൻഹയാണെന്ന്. അതുകൊണ്ട് അത് കേട്ടപ്പോ തൊട്ട് ഇവൾക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ തുടങ്ങി. എന്നിട്ട് ഇവരെല്ലാം കൂടെ പടം വരയ്ക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇപ്പൊ ഓയിന്റെ ധൈര്യം മൊത്തത്തിൽ കൂടിയെന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് ഡിഫറന്റ് ആയിട്ടുള്ള പോസൊക്കെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ അത് കണ്ട് അവളെ സന്തോഷത്തിൽ നീ ചുമ്മാ അവിടെ കിടക്കുവാണ് അതിനർത്ഥം എന്തോന്ന് ഇവരൊക്കെ ചോദിക്കുമ്പം അവരും പ്രശ്നങ്ങളൊന്നും ആലോചിച്ചു കൂട്ടാത്ത ഒരു റാണിയെ ഇവളെന്ന് പറയും. അപ്പോഴാണ് അത് കേട്ടിട്ട് ഇവിടെ ഗീജനും ഈ റാണിയെ കാണാൻ ഭയങ്കര ക്യൂട്ടാന്ന് അവൾ ഇവൻ അടുത്തേക്ക് വിളിക്കുന്ന പോലെയൊക്കെ സ്വപ്നം കണ്ട് ഇവൻ പതിങ്ങനെ എഴുന്നേറ്റ് പോകും. അപ്പോഴാണ് അവന്റെ ചേച്ചി പറയുന്നിട്ട് എടാ നാണമില്ലാത്തവനെ സ്വപ്നം കാണാതെ പോയി പടം വരയ്ക്കടാ എന്നിന് അവനെ പിടിച്ച് അവിടെ ഇരുത്തും. അങ്ങനെ ഇവർ ഓരോരുത്തരും പോസ് ചെയ്ത് പടം വരച്ച് കഴിയുമ്പോഴാണ് ഗീജോന്റെ ചേച്ചിയാണ് ഇവർ തമ്മിൽ സെറ്റാകാൻ കുറച്ച് സമയം കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു അരമണിക്കൂർ എല്ലാം റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അതുകൊണ്ട് അവെല്ലാം പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവൾ പോകുന്ന മുമ്പേ അവളുടെ അനിയനോട് ഈ ചാൻസ് യൂസ് ചെയ്തോളം പറയും. അപ്പോഴാണ് അവനും ഹോയിനെ തടഞ്ഞു നിർത്തിയിട്ട് ഇവനോട് സോറി ഒന്നും പറയില്ലെന്ന് ചോദിക്കുമ്പോൾ അവൾ എന്തിനാ സോറി ചോദിക്കുന്നതെന്ന് ഇവനോട് ചോദിക്കും. അപ്പോഴാണ് അവൻ അടുത്തേക്ക് വന്നിട്ട് നീ മറന്നുപോയോ, നിന്റെ അമ്മ അന്ന് വന്നെന്ന് പറഞ്ഞ് നീ എന്റെ ചെസ്റ്റിൽ കയറി പിടിച്ചായിരുന്നു, അത് അത്രയും പെട്ടെന്ന് നീ മറന്നോ എന്ന് ഇവൻ ചോദിക്കുമ്പോൾ അവളാണ് അതറിയാതെ തൊട്ടയില്ലെന്ന് അറിയും. അപ്പോഴാണ് ഇവനും കരയുന്ന പോലെ ആക്ട് ചെയ്തോണ്ട് ഷടാ എന്നെ ഒരു പെങ്കൊച്ച് തൊട്ടിട്ടും ഇവളത് ആക്സിഡന്റ് എന്ന് പറയുന്നു, ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യും, എന്റെ മാനം മൊത്തത്തിൽ പോയി, ആദ്യമായിട്ട് ഒരു പെങ്കൊച്ച് എന്റെ ചെസ്റ്റിൽ ടച്ച് ചെയ്ത് എന്നിന് അവനും കരഞ്ഞോണ്ടിരിക്കുന്ന പോലെ കാണിക്കുമ്പോൾ ഇവളാണ് സോറി ആണെങ്കിൽ സോറി എന്ന് പറഞ്ഞ് ഇതോടെ പ്രശ്നം തീർക്കാൻ വേണ്ടി പറയും. അപ്പൊ അവൻ അടുത്തേക്ക് വന്നിട്ട് അങ്ങനെ സോറി പറഞ്ഞ എങ്ങനെയാ, ഞാനും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം തീരത്തുള്ളൂ എന്നിന് ഇവനും പറഞ്ഞിട്ട് സൈലന്റ് ആയിട്ടിരിക്കുമ്പോൾ അവള് പെട്ടെന്ന് എടാ നാണമില്ലാത്തവനെന്ന് പറഞ്ഞ് അവനടിച്ചോട്ടിക്കും. അപ്പോഴാണ് ഇത് കണ്ടോണ്ടിരിക്കുന്ന അവന്റെ ചേച്ചിയാണ് ദേഷ്യത്തി എടാ കിഴങ്ങ, ഇത്രയും വലിയ ചാൻസ് നിനക്ക് കൊണ്ട് ഒപ്പിച്ചെന്ന നീ അവിടെ നിന്ന് മണ്ടത്തരം കാണിക്കുന്നു എന്നിന് അവളും ദേഷ്യത്തി അവന്റെ പുറകെ പോകാൻ നോക്കുമ്പം ഇവിടെ സുൻഹയാണ് ഇവൾ അനങ്ങാതിരിക്കാൻ പറഞ്ഞ് അവൻ ഇവളെ പടം വരച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവളും ചിരിച്ചിട്ട് നീ പറഞ്ഞില്ലെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോകും എന്നിന് അവള് പോകാൻ നോക്കുമ്പം ഇവളുടെ മുടിയാണ് അവിടെ കുടുങ്ങും. അതുകൊണ്ട് ഇവൻ പതിയെ വന്ന് അത് ഇവൾക്ക് എടുത്തു കൊടുക്കുമ്പം അവൾക്ക് ചെറിയ റൊമാൻറ്റിക് ഫീലിങ്സ് ഒക്കെ വന്നു തുടങ്ങും. അതിനുശേഷം അവനും ഇവൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഇപ്പൊ റിലീസ് ആയതോളെന്ന് പറഞ്ഞ് ഇവൾ കാണാൻ വരുന്നെന്ന് ചോദിക്കുമ്പം അത് കേട്ട് അവൾ കുറച്ച് ടെൻഷനായിട്ട് ആ സിനിമയോ അത് ഞാൻ ഈയിടെ കണ്ടേ ഉള്ളു, 2-3 ദിവസമേ ഉള്ളു, സോറി ഞാൻ പറയാൻ മറന്നുപോയി എന്നിന് ഇവളും ചുമ്മാ പറയുമ്പം അവനാണ് കുറച്ച് സങ്കടത്തി ശരിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവൾ അവനോട് സുൻഹോ സത്യത്തിൽ നമുക്ക് അവസാനം വരെ ഫ്രണ്ട്സ് ആയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല എന്നിന് അവൾ ചോദിക്കുന്ന അതേസമയം അവിടേക്ക് ഒന്ന് ഊയുവിനാണ് ഇവരെ കാണും. എന്നിട്ട് ഇവളും ബസ് സ്റ്റോപ്പിൽ വെച്ച് കുറച്ച് സങ്കടത്തിരിക്കുമ്പോഴാണ് ഇത് കണ്ട് അവനാണ് എന്തോ പ്രശ്നം എന്ന് പറഞ്ഞ് ഇവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ നോക്കും. പക്ഷെ അവളാണ് ഒന്നും പറയാതിരിക്കുമ്പം ഇവൻ അടുത്തേക്ക്
ഇരുന്നിട്ട് നമ്മള് ഫ്രണ്ട്സാ നീ മറന്നുപോയോ? ഇനി എത്ര കാലം എന്ന് പറഞ്ഞാ നീ ആ സുൻഹയെ പ്രേമിക്കാൻ പോന്നെ എന്ന് ഇവനെ സംസാരിക്കുമ്പോ തന്നെ അവളുടെ സുൻഹോ ഡ്രസ് ഇരിക്കുന്നുണ്ട്. ഇവനാണ് വാങ്ങിച്ചു വയ്ക്കും. അപ്പോഴാണ് അവൾ അവനോട് എടാ അത് സുൻഹ എനിക്കന്ന് പനി പിടിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാ, അത് മര്യാദ കൂരി തനിക്ക് തിരിച്ചു കൊടുക്കണം എന്ന് ഇവൾ പറയുമ്പോ അവനും അവന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ കൊടുത്തോളാം എന്ന് അവനും പറയുമ്പം ഇവളാണ് ഞാൻ കൊടുത്തോളം എന്ന് പറഞ്ഞ് ഇവന്റെ തിരിച്ച് വാങ്ങിക്കാൻ നോക്കും. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമായ ഉടനെ അവസാനം ആ ഡ്രസ്സാണ് കീറിപ്പോകും. ഇതേ സമയം ആ തല്ലിന്റെ ഇട ഇവന് നെറ്റി ഇടിക്കുമ്പോഴാണ് അവൾ ആ ഡ്രസ്സിനെ കുറിച്ച് വിഷമിക്കുമ്പോ ഇവന് നെറ്റി പോയിട്ട് നിനക്ക് എന്നെ ഓർത്ത് വിഷമില്ലെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കും. അപ്പോഴാണ് അവളും ഈ ഡ്രസ്സ് പോയി ഇപ്പൊ എന്തോ പറയാൻ പോന്നെന്ന് ഇവനോട് തിരിച്ച് ദേഷ്യപ്പെടുമ്പോ അവന് ഡ്രസ്സിന്റെ അത്ര പോലും എനിക്ക് വിലയില്ലെന്ന് പറഞ്ഞ് അവൻ മൊത്തം ദേഷ്യത്തിലാകും. അതിനുശേഷം ഗീജനാണ് എന്റെ ഫ്രണ്ട്സിനോട് സുൻഹയാണോ ഇവനാണോ കാണാൻ ലുക്കും ചോദിക്കും. അപ്പോഴാണ് അവന്മാരും കുറെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട്. ഇവനും പേടിച്ചിട്ട് എടാ മണ്ടന്മാരെ ഞാനും ലുക്ക് എന്നങ്ങ് പറ, ഇനി നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എനിക്കറിയാം ഞാനാണ് ലുക്ക്. ഞാൻ മിസ് പന്നി ഊയിന്റെ അടുത്തിരുന്ന് അവന്റെ മെമ്മറി ഫുള്ളും ഇല്ലാതാക്കാൻ പോവാ. ഞാൻ അവനെ നിന്റെ മെമ്മറിന്ന് കത്തിച്ച് കളയോടി എന്ന് ഇവൻ ഇവിടെ തീരുമാനം എടുക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം.